ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാൻ വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തുകയാണ് ലോക നേതാക്കൾ. പ്രഥമ വനിത മെലാനിയ ട്രംപിനൊപ്പമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വത്തിക്കാനിലെത്തിയത്. 50-ലേറെ രാഷ്ട്രത്തലവന്മാർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവും ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിലെത്തിക്കഴിഞ്ഞു. വത്തിക്കാനിൽ നിന്ന് 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വത്തിക്കാനിൽ നിന്ന് പി ജെയിംസ് റിപ്പോർട്ടുകൾ തുടരും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്ര അയക്കാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മുമ്പാണ് ഈ രാത്രിയിൽ റോമയിൽ വന്ന് ഇറങ്ങിയത്. റോമിൽ മെലാനിയ ട്രംപിൻ്റെ കൂടെ ഡൊണാൾഡ് ട്രംപ് വന്നിറങ്ങി. അതുപോലെ ഒരുപാട് ലോക നേതാക്കൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സംസ്കാര ശുശ്രൂഷ നൽകുന്ന ചടങ്ങുകൾ ആരംഭിക്കും. ലോക നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഉക്രൈൻ യുദ്ധം നടക്കുന്ന ഉക്രൈൻ്റെ വ്ളാഡിമിർ സെലൻസ്കി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റേർമർ അടക്കം 50-ലേറെ ലോക രാഷ്ട്രത്തലവന്മാർ ഇവിടെ എത്തുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മാർപ്പാപ്പയെ നേരിട്ട് വന്ന് കണ്ടത്. ഇന്നലെ രാത്രിയോടെ ആ പൊതുക്കാഴ്ച നിർത്തിവെച്ചു. അവിടെ വാതിലുകൾ പൂട്ടി സീല് വെച്ചു. വത്തിക്കാന് പുറത്തുള്ള സെൻറ് മേരീസ് മേജർ എന്നറിയപ്പെടുന്ന ബസിലിക്കയിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമ അഭിവാദ്യം അർപ്പിക്കുകയും അവിടെയാണ് ഖബറിടം ഒരുക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ഏറ്റവും ലളിതമായിട്ടുള്ള ശവക്കല്ലറയാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഫ്രാൻസിസ്കൂസ് എന്ന് എഴുതി വയ്ക്കുന്നു. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയിലെ കുരിശും അവിടെ ആലേഖനം ചെയ്യും. അവിടുത്തെ കല്ലറയിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലിൻ്റെ പ്രത്യേകത അത് ഇറ്റലിയിലെ മാർപ്പാപ്പയുടെ മുതുമുത്തച്ഛന്മാർ വരുന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മരണപത്രത്തിൽ എഴുതി വെച്ചതാണ്. എൻ്റെ മതുമുത്തശ്ശന്മാർ ജീവിച്ചിരുന്ന സ്ഥലത്തു നിന്നുള്ള കല്ലുകൾ കൊണ്ട് വേണം എൻ്റെ ശവക്കല്ലറ തീർക്കാൻ. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുണ്ടായിരുന്ന ഒരു ആക്ഷേപം വലിയ പ്രോഗ്രസീവായിരുന്നു, പാരമ്പര്യങ്ങളെ തട്ടിത്തെറിപ്പിച്ച ആളാണ് എന്ന് പറയുമ്പോൾ തന്നെ പാരമ്പര്യത്തിൽ തന്നെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടാണ് പുതിയ മാറ്റം കൊണ്ടുവന്നതെന്ന് ഒരുപക്ഷെ മാർപ്പാപ്പ പ്രതീകാത്മകമായി പറയുകയായിരിക്കാം. കാരണം തൻ്റെ നാട്ടിലേക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് തൻ്റെ റൂട്ട്സിലേക്ക് മടങ്ങുക. ഇറ്റലിയിലെ ആ റൂട്ട്സിലേക്കാണ് മാർപ്പാപ്പ മടങ്ങിയിരിക്കുന്നത്. ആ ഇറ്റലിയിൽ അവിടുന്ന് കൊണ്ടുവന്ന കല്ലറയാണ്. ആ കല്ലറയിൽ 4 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള കുട്ടികൾ മാർപ്പാപ്പയ്ക്ക് റോസാ പുഷ്പങ്ങൾ അർപ്പിക്കും. അവിടെയുള്ള ചടങ്ങുകൾക്കിടെ അവസാനമാണ് മാർപ്പാപ്പ മണ്ണിനോട് ചേരുന്ന അല്ലെങ്കിൽ കല്ലറയിലേക്ക് എടുത്തു വയ്ക്കപ്പെടുക. ഒരു മാർപ്പാപ്പയും ഇതുപോലെ ഇത്രയും ലളിതമായിട്ടുള്ള ചടങ്ങിൽ ശവക്കല്ലറയിലേക്ക് പോയിട്ടില്ല. ഒറ്റ മരത്തടിയിലുള്ള വളരെ സാധാരണക്കാർക്കുള്ള ഒരു ശവമഞ്ചത്തിലായിരിക്കും തന്നെ അടക്കേണ്ടതെന്ന് മാർപ്പാപ്പ എഴുതി വച്ചിരുന്നു. അത് ആ എഴുതിയ വെപ്പ് അല്ലെങ്കിൽ മരണപത്രം അനുസരിച്ചുകൊണ്ട് തന്നെയുള്ള സംസ്കാര ക്രിയകളാണ് നടക്കാൻ പോകുന്നത്. മാർപ്പാപ്പ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരു പക്ഷേ അവിടെ എത്തുന്ന ഇനി തീർത്ഥാടകരായി എത്തുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും മാർപ്പാപ്പയ്ക്ക് വേണ്ടി, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുക. ലാളിത്യത്തിൻ്റെ ആളായി ജീവിച്ച് ഒരുപക്ഷെ യുദ്ധങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധവും അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധത്തിനെതിരെയൊക്കെ നിലപാടെടുത്തൊരു മാർപ്പാപ്പ, മനുഷ്യരെ ചേർത്ത് പിടിച്ച മാർപ്പാപ്പ, പാവപ്പെട്ടവരോട് പക്ഷം ചേർന്ന മാർപ്പാപ്പ, ലോകത്തെ മാറ്റിമറിച്ച ഒരുപാട് നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയ ആ മാർപ്പാപ്പ ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം റോമാ നഗരം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ നിശബ്ദ മണിക്കൂറിൽ ഒരുപക്ഷെ നിശബ്ദ മണിക്കൂറിൻ്റെ ആഴത്തിൽ മാർപ്പാപ്പയുടെ നിലപാടുകൾ അത് ദിഗന്ധത്തെ ഭേദിക്കുമാറ് ഇവിടെ നിലകൊള്ളുന്നുണ്ട് മാറ്റൊലിയായി.